ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണസ്തുത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ ദീനബന്ധോ ജഗത്പതേ ഗോപീശ രാധാകാന്ത നമോസ്തുതേ. തപ്തകാന്താംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ആഴ്ച 2 ഭാഗമായിട്ട് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ 8-ാം അധ്യായം കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനകളാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ സത്സംഗവും. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു രാജ്ഞിയായ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനകൾ മറ്റ് ഋഷിമാരുടെയും അവതാര പുരുഷന്മാരുടെയും മഹാഭക്തരുടെയും പ്രാർത്ഥനകൾക്ക് തുല്യമായി തന്നെ കുന്തിയുടെ പ്രാർത്ഥനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും മഹനീയമായത് കൊണ്ടാണ് കുന്തി ദേവിയുടെ പ്രാർത്ഥന ശ്രീമദ് ഭാഗവതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു ശ്ലോകമുണ്ട്. അതാണ് കുന്തി ദേവിയുടെ പ്രാർത്ഥനയെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത്. വിപതഃ സന്തു ശാശ്വത്. കൃഷ്ണ, എനിക്ക് നിരന്തരമായ ദുഃഖം താ എന്ന ഒരു പ്രാർത്ഥന. ഇത് ലോക ഗ്രന്ഥങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത ഒരു വരിയാണ്. ഭാഗവതം തന്നെ എടുത്താലും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് സുഖം താ, ആരോഗ്യം താ, ധനം, ധാന്യം, ഐശ്വര്യം, യശസ്, കീർത്തി, ഇതൊക്കെയാണ് എല്ലാ ഭക്തരും പ്രാർത്ഥിക്കുന്നത്. കഷ്ടപ്പാടുകളിൽ ഇരുന്നൊരു മോചനം. പക്ഷെ കുന്തി ദേവി മാത്രമാണ് വ്യത്യസ്തമായി, പതിവിൽ ഇല്ലാത്തതുമായി ആദ്യമായി കൃഷ്ണ, എനിക്ക് നിരന്തരം ദുഃഖത്തിനെ താ. വിപതഃ, വിപതഃ എന്ന് വെച്ചാൽ വിപത്തുക്കൾ, ആക്സിഡന്റ്, ദുഃഖം. സന്തുത ശാശ്വത്, ശാശ്വതമായി എനിക്ക് ദുഃഖം താ. നമ്മൾ ആരും തന്നെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാറില്ല കുറച്ച് കഷ്ടം തരൂ ഭഗവാനെ എന്ന് ആരും ചോദിക്കാറില്ല. പക്ഷെ കുന്തി അങ്ങനെ ചോദിച്ചു. അതെന്താണെന്നുള്ളതാണ്, എന്തുകൊണ്ട് കുന്തി ദേവി അങ്ങനെ ചോദിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോ ശ്ലോകങ്ങളിൽ കൂടെ കാണുന്നത്. ഇപ്പൊ കുന്തി ദേവിയുടെ പ്രാർത്ഥനയാണ് ഇത്രയും വ്യത്യസ്തമായി ഉള്ളത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം.
പ്രഥമസ്കന്ധം 8-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം. സ്ക്രീൻ ഓഫ് ആവുക. പ്രഥമസ്കന്ധം 8-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം. സ്ക്രീൻ ഓഫ് ആവുക. എന്താണ് ഫസ്റ്റ് ലൈൻ? യഥാ ഋഷികേശ കലേന ദേവകീ യഥാ ഋഷികേശ കലേന ദേവകീ കംസേന രുദ്ധാതി ചിരം സുചാർപ്പിതാം കംസേന രുദ്ധാതി ചിരം സുചാർപ്പിതാം വിമോചിതാഹം ച സഹാത്മജാ വിഭോ വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാതേന മുഹുർവിപദ്ഗണാത് ത്വയൈവ നാതേന മുഹുർവിപദ്ഗണാത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം അസൂയ പിടിച്ച എങ്ങനെയാണോ ദേവകി കാരാഗ്രഹത്തിൽ ബന്ധിതയായി 8 വർഷം ദേവകി കാരാഗ്രഹത്തിൽ ഉണ്ടായത്, എങ്ങനെയാണോ അസൂയ പിടിച്ച കംസൻ കാരാഗ്രഹത്തിൽ ബന്ധിതയായ ദേവകിയെ രക്ഷിച്ചത്, അതുപോലെ തന്നെ എന്നെയും എൻ്റെ മക്കളെയും ഭഗവാൻ രക്ഷിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകത്തില് കുന്തി ദേവിയുടെ ഒരു ചിന്തയാണ് ഈ ശ്ലോകത്തിൽ പ്രതിഫലിക്കുന്നത്. അസൂയ പിടിച്ച കംസൻ എങ്ങനെയാണോ കാരാഗ്രഹത്തിൽ ബന്ധിതയായ ദേവകിയെ രക്ഷിച്ചത്, അതുപോലെ തന്നെയാണ് എന്റെയും എൻ്റെ മക്കളെയും രക്ഷിച്ചത്. ഇതാരാ ചിന്തിക്കുന്ന? ഇങ്ങനെ കുന്തി ചിന്തിക്കുന്നു. ഈ ചിന്ത പോകുന്ന വഴി നോക്കിക്കോളൂ, അല്ലെങ്കിൽ ചിന്തയുടെ പാത നോക്കിക്കോളൂ. ആദ്യം കുന്തി ചിന്തിച്ചത്, ദേവകിയെ രക്ഷിച്ചതുപോലെ തന്നെ എന്നെയും എൻ്റെ മക്കളെയും കൃഷ്ണ ഭഗവാൻ രക്ഷിച്ചു. റൈറ്റ്? അങ്ങനെ ചിന്തിക്കുമ്പോ കുന്തിക്ക് തോന്നി, അങ്ങനെ അല്ലല്ലോ, ദേവകിയുടെ മക്കളെ കൃഷ്ണൻ രക്ഷിച്ചില്ലല്ലോ, എൻ്റെ മക്കളെ മാത്രമല്ലേ രക്ഷിച്ചത്. നോക്കിക്കോളൂ, ആ ശ്ലോകത്തിലുള്ള വരി നോക്കിക്കോളൂ. അതിൽ സഹാത്മജ എന്നൊരു ലൈൻ വരുന്നുണ്ടോ? ഏതാ ലൈന്? ഈ ക്യാമറയുടെ നിർത്തി എന്താ ലൈൻ? തേർഡ് ലൈൻ. വിമോചിതാഹം ച സഹ ആത്മജ വിഭോ. കൃഷ്ണ ഭഗവാൻ, ഈ കഥ എല്ലാവർക്കും അറിയാലോ, കൃഷ്ണ ഭഗവാൻ കുന്തിയുടെ മക്കളെ രക്ഷിച്ചു. പക്ഷെ സഹ ആത്മജ, സഹ വെച്ചാൽ എൻ്റെ, ആത്മജ എന്ന് വെച്ചാൽ മക്കൾ, അജ എന്ന് വെച്ചാൽ പുത്രൻ, കർദമ ആത്മജ, അജ എന്ന് വെച്ചാല് ജനനം. അപ്പൊ എൻ്റെ മക്കളെ ഭഗവാൻ പാണ്ഡവരെ രക്ഷിച്ചു. അതെല്ലാവർക്കും അറിയാം. എല്ലാ സമയവും അർജുനനെ രക്ഷിച്ചു, ഭീമനെ രക്ഷിച്ചു, എല്ലാരെയും രക്ഷിച്ചു. ദേവകിക്ക് മൊത്തം എത്ര മക്കളാണ്? ചൈതന്യ പ്രഭു, ദേവകിക്ക് മൊത്തം എത്ര മക്കളാണ് അറിയില്ലേ?
മക്കള്? 2. ഉറപ്പാണ്. ദേവകിക്ക് എത്ര? 5, 8. കൃഷ്ണൻ എത്രാമത്തതാ? ചൈതന്യ പ്രഭു, കൃഷ്ണൻ എത്രാമത്തതാ? ദേവകിക്കും വസുദേവർക്കും കൃഷ്ണൻ എത്രാമത്തെ കുട്ടിയാ? 8. 7ാമത്തതാരാ? മായാദേവിയാ. നല്ല ദീക്ഷയൊക്കെ തിരിച്ചു വാങ്ങിക്കേണ്ട സമയമായി. സോ ദേവകിക്കും വസുദേവർക്കും 8 മക്കളാണ്. ഇതിൽ 6 പേരെ രക്ഷിച്ചോ ഭഗവാൻ? കംസൻ 6 പേരെയും കൊന്നില്ലേ? അതാണ് ഇവിടെ കുന്തിദേവി ചിന്തിക്കുന്നത്. ഫസ്റ്റ് കുന്തിദേവി ചിന്തിച്ചു, എങ്ങനെയാണോ കാരാഗ്രഹത്തിൽ ബന്ധിതയായ ദേവകിയെ ഭഗവാൻ രക്ഷിച്ചത്, അതുപോലെ തന്നെ എന്നെയും എന്റെ മക്കളെയും രക്ഷിച്ചു. അപ്പോഴാണ് കുന്തി മഹാറാണി തോന്നിയത്, ഇല്ലല്ലോ, ദേവകിയുടെ മക്കളെ ഭഗവാൻ രക്ഷിച്ചില്ലല്ലോ, അല്ലേ, എന്റെ മക്കളെ മാത്രമല്ലേ രക്ഷിച്ചത്. അപ്പൊ കുന്തി ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും ഉന്നത ഭക്തയായ ദേവകിയുടെ മക്കളെ കൃഷ്ണ ഭഗവാൻ എന്താ രക്ഷിക്കാത്തത്, എന്റെ മക്കളെ മാത്രം എന്തുകൊണ്ടാ രക്ഷിച്ചത് എന്ന് കുന്തി മഹാറാണി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു പ്രഭുപാദർ, എന്തുകൊണ്ട് ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല. ദേവകിക്ക് ഒരു പ്രശ്നം വരുമ്പോ ആദ്യം ഭർത്താവിനെ വിളിക്കും. കുന്തിക്ക് ഒരു പ്രയാസം വന്നാൽ കുന്തി ആരാദ്യം വിളിക്കും? കൃഷ്ണ ഭഗവാനെ വിളിക്കും. കാരണം കുന്തി വിധവയായിരുന്നു, അപ്പോ പാണ്ഡു ഇല്ല. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ദേവകി വന്നിട്ട് എന്തു ഒരു പ്രയാസവും ഒരു പരീക്ഷണം വന്നാലും ഫസ്റ്റ് ഭർത്താവായ വസുദേവരെ വിളിക്കും. പക്ഷെ കുന്തി ആകട്ടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ ആദ്യം ഭഗവാനെ വിളിക്കും. അപ്പൊ നമ്മുടെ ലൈഫ് എടുത്തോളൂ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ ഫസ്റ്റ് ആരെ വിളിക്കും? വേദന വരുമ്പോ അയ്യോ എന്ന് വിളിക്കുന്നവർ എത്ര പേരുണ്ട്? ആദ്യം അയ്യോ എന്ന് വിളിക്കും. ശരി. ചീത്ത വിളിക്കുന്നവർ എത്ര പേരുണ്ട്? അതും കാണും. ഭഗവാനെ വിളിക്കുന്നവര് അല്ലെ, അത് വന്നിട്ട് നമ്മുടെ അവബോധത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ശബ്ദത്തിൽ വരുള്ളൂ. നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അവബോധത്തിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഏത് ഓർമ്മ വരുള്ളൂ? ഭഗവാന്റെ ഓർമ്മ വരുള്ളൂ. അല്ല, നമ്മുടെ ഒരാള് വന്നിട്ട് പെട്ടെന്ന് ഒരു ദേഷ്യം വരുമ്പോ എന്താണോ അദ്ദേഹത്തിന്റെ ശബ്ദം, അതാണ് അദ്ദേഹത്തിന്റെ ബോധം. ഒരാള് തൊട്ടതിനും പിടിച്ചതിനും അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെ ചീത്ത വിളിക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെ ബോധം അത്രയേ ഉള്ളൂ എന്നാണ്. ചിലര് അയ്യോ കുയ്യോ എന്ന് വിളിച്ചാല് അവരുടെയും ബോധം അത്രയേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഭഗവാന്റെ നാമം വിളിക്കുക. ഞങ്ങൾ തൈക്കാടില്, അതായത് ഈ അമ്പലമൊക്കെ തുടങ്ങുന്ന മുമ്പേ തൈക്കാടില് ആദ്യകാലത്ത് ഒരു കൃഷ്ണപ്രാണപ്രിയ മാതാജി, അവരെ വയസ്സായവർ, അന്നേ നല്ല വയസ്സായവരാണ്, ഒരു ഹിന്ദിക്കാര മാതാജിയാണ് കാലങ്ങളായിട്ട് നമ്മുടെ കൊച്ചു തൈക്കാട് ക്ഷേത്രത്തില് പാചകം ചെയ്യത്തുള്ളൂ. പക്ഷെ അവര് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കാലങ്ങളായി കേരളത്തിൽ ഇരുന്ന് ഗുരുവായൂരൊക്കെ പോയി പരിചയമായതുകൊണ്ട് എവിടെ പോയി നമസ്കരിച്ചാലും അവരുടെ വായിൽ ആദ്യം വരുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ ഇങ്ങനെ വരും. പിന്നെ അവർക്ക് വയ്യാണ്ടയായി വയസ്സായി അവർ ട്രിവാൻഡ്രം വിട്ടൊക്കെ പോയി വൃന്ദാവനത്തിൽ പോയി 10 കൊല്ലത്തോളം സെറ്റിലായി. അവിടെ വൃന്ദാവനവാസിയായി അവിടെ വീടൊക്കെ എടുത്ത് താമസമായി. ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ ചെന്ന് ഇതുപോലെ ഭഗവാന്റെ മുമ്പേ നമസ്കരിക്കുമ്പോ വേറെ ആരോ അടുത്തിരുന്ന ഒരു സൗണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവിടെ വൃന്ദാവനത്തിൽ ഇതാരാ ഗുരുവായൂരപ്പനെ വിളിക്കണം നോക്കിയപ്പോ ഈ വയസ്സായ മാതാജി. അവരുടെ സ്വഭാവമായി അത് മാറി. ആചാര്യന്മാര് പറയുന്നു ഭക്തി എന്ന് വെച്ചാൽ
കൃഷ്ണാനുശീലനം ഭക്തി. ഈ നമ്മൾ ചെയ്യുന്ന ദൈനംദിനം ചെയ്യുന്ന ഭഗവാനോടുള്ള കാര്യങ്ങളെ എന്റെ ശീലമാക്കി മാറ്റണം. നമുക്ക് ചില ശീലങ്ങളുണ്ടല്ലോ, അത് ചെയ്യാൻ മടി കാണില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും ഒരു കൃത്യനിഷ്ഠതയോടെ, അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ശീലമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്, ഒരു ക്യാരക്ടറുണ്ട്, ശീലം. അത് ചെയ്യാനോ അത് ആവർത്തിക്കാനോ ആർക്കും മടി ഉണ്ടാവില്ല. അത് നിരന്തരം ചെയ്യുക. ഭക്തിയെ അങ്ങനെ ഒരു ശീലമാക്കി മാറ്റണം. സ്വാഭാവികമായി രാവിലെ ഇന്ന സമയത്ത് എണീക്കുക, ആരും തന്നെ ഉണർത്താതെ രാവിലെ നാമം ജപിക്കുക, ഭഗവാന്റെ എന്താണോ നമ്മൾ വെച്ചിരിക്കുന്ന സേവനങ്ങൾ അത് ആരും നമ്മളെ ഓർമ്മിപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മളെ ഒരാള് ഫോളോ അപ്പ് ചെയ്യാതെ ആ സേവനം ചെയ്യുക. അപ്പോഴാണ് അത് ശീലമായി മാറുന്നത്. എങ്ങനെയെന്ന് വെച്ചാല്, ദിവസവും നമ്മൾ കയ്യിൽ വാച്ച് കെട്ടും. ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നാൽ, എന്നാലും നമ്മൾ ഓഫീസിൽ പോയിട്ട് വെറും കൈ ഇങ്ങനെ തൂക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കും. ചെയ്യൂലേ? എന്തുകൊണ്ടാണ്? അത് ശീലമായി. അതുപോലെ ഭക്തിയും നമ്മുടെ ശീലമായോ? 4 മണി 4:30 മണി 5 ആവുമ്പോ ആരും വിളിക്കേണ്ട, അട്ടിങ്ങനെ കണ്ണു തുറക്കും. കണ്ണ് തുറന്ന ഉടനെ നമ്മൾ അറിയാതെ സംസാരധാവ എന്ന് പാട്ട് വരുന്നു വായിൽ കൂടെ. അയ്യോ, എന്റെ ജപമാല എവിടെ എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ശീലമായിട്ടില്ല. നമ്മൾ നമ്മളെ തള്ളി ഉന്തി നിർബന്ധമായി ചെയ്യുകയാണ്. എന്ന് ഭക്തി ശീലമാകുമോ അന്ന് അയാൾ ഉയർന്ന വ്യക്തിയാണ്. അപ്പൊ ഇവിടെ കുന്തി ആദ്യം ചിന്തിക്കുന്നത്, കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട ദേവകിയെ ഭഗവാൻ രക്ഷിച്ചു, എന്നെയും എന്റെ മക്കളെയും രക്ഷിച്ചതുപോലെ ദേവകിയെ രക്ഷിച്ചു. പിന്നെ കുന്തി ചിന്തിക്കുന്നു, അല്ലല്ലോ, എന്റെ മക്കളെയാണ് ഭഗവാൻ രക്ഷിച്ചത്, ദേവകിയുടെ ആദ്യത്തെ 6 പുത്രന്മാരെ ഭഗവാൻ രക്ഷിച്ചില്ല. അപ്പൊ ശരിക്കും എന്നെയാണോ ഭഗവാൻ അനുഗ്രഹിച്ചത്, അല്ല ദേവകിയാണോ ഭഗവാൻ അനുഗ്രഹിച്ചത്? ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നു. സിന്ധു മാതാജി, ആരെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്? കുന്തിയാണോ അനുഗ്രഹിച്ചത്, ദേവകിയാണോ അനുഗ്രഹിച്ചത്? അപ്പൊ കുന്തിക്ക് തോന്നി, എന്നെയും എന്റെ മക്കളെയും ഭഗവാൻ രക്ഷിച്ചത് കൊണ്ട് എന്താണ്, എന്നെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. അപ്പൊ ദേവകിക്ക് അത്രയും അനുഗ്രഹം തന്നിട്ടില്ലല്ലോ കുന്തി ചിന്തിക്കാൻ. പിന്നെ കുന്തിക്ക് തോന്നി, അത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം ദേവകി ആരാ? ഭഗവാന്റെ തന്നെ സ്വന്തം അമ്മയാണ്. അങ്ങനെ അനുഗ്രഹിക്കാതെ ഇരിക്കോ? അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? വളരെ സ്വന്തം ആൾക്കാരെടുത്ത് ആ സ്വാതന്ത്ര്യം എടുത്തു. ഇപ്പോ നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാരെ സ്വാതന്ത്ര്യം എടുത്ത് വഴക്ക് പറയോ, അല്ല റോട്ടി പോകുന്നവരെ വഴക്ക് പറയോ? ആരെ വഴക്ക് പറയും? സ്വന്തം ആൾക്കാരെ. മൂന്നാമത്തെ ആൾക്കാരെ വഴക്ക് പറഞ്ഞാൽ അല്ലേ, അവര് പ്രതികരിക്കും. സ്വന്തം ആൾക്കാരാണെങ്കിൽ സ്വാതന്ത്ര്യം. അപ്പൊ ഭഗവാൻ ആരെടുത്ത് സ്വാതന്ത്ര്യം എടുത്തു? ദേവകി എടുത്ത് സ്വാതന്ത്ര്യം എടുത്ത് ദേവകിയെ പരീക്ഷണത്തിലിട്ടു. അപ്പൊ ആരായിരിക്കും ഭഗവാന് കൂടുതൽ ഇഷ്ടപ്പെട്ട ആള്? ഇങ്ങനെ കുന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോളൂ. ആദ്യം ചിന്തിച്ചു, എന്നെയും ദേവകി രക്ഷിച്ചു. പിന്നെ വിചാരിച്ചു, അല്ല, എന്റെ മക്കളെയാ രക്ഷിച്ചത്, ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല. പിന്നെ ചിന്തിച്ചു, അപ്പൊ എന്നെയാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ചത്. പിന്നെ കുന്തി ചിന്തിച്ചു, സ്നേഹമുള്ള സ്ഥലത്തല്ലേ സ്വാതന്ത്ര്യം എടുക്കുകയുള്ളൂ, ഇല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ആളെടുത്തേ നമ്മൾ വഴക്ക് പറയുള്ളൂ. ചിലപ്പോ ചില ഹസ്ബൻഡ്സ് ഒക്കെ വൈഫിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം വൈഫ് പൊട്ടിത്തെറിച്ച് വന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് പറയും, നിങ്ങൾ എന്തായാലും ഇത്രയും പേരെ മുമ്പേ വെച്ച് എന്നെ പറഞ്ഞാലാവും. അപ്പൊ ഹസ്ബൻഡ് രക്ഷപ്പെടാൻ വേണ്ടി പറയും, നിന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാ? ചെയ്തിട്ടില്ല? ഉണ്ടല്ലേ? നിന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ സ്വാതന്ത്ര്യം എവിടെ എടുക്കും? ഇങ്ങനെ കുന്തി. അപ്പൊ കുന്തിയുടെ ചോദ്യം എന്താന്ന് വെച്ചാല്, ആരെയാണ് ഭഗവാൻ ശരിക്കും അനുഗ്രഹിച്ചത്? എന്നെയാണോ അനുഗ്രഹിച്ചത്, അല്ല ദേവകിയാണോ? ഇതായിരുന്നു കുന്തിയുടെ ചിന്താധാര. സോ അടുത്തത് 1:8-24.
ഇതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഈ ലോക്ക് ഇല്ലാത്ത ഫോൺ, അതായത് രഹസ്യമായിട്ട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കാത്ത പയ്യന്മാരുടെ ഫോൺ, അതിൽ ലോക്ക് കാണില്ല. 1824 നീ മെസ്സേജ് അയക്കാറില്ല? വിശാൻ മഹാഗ്നി പുരുഷാദ ദർശന, പ്രഥമസ്കന്ധം 8-ാം അധ്യായം 24-ാമത്തെ ശ്ലോകം. വിശാൻ മഹാഗ്നി പുരുഷാദ ദർശന അസത് സഭായ വനവാസ കൃച്ഛ്രത, അസത് സഭായ വനവാസ കൃച്ഛ്രത മൃദേ മൃദേ അനേക മഹാരഥാശ്രഥോ, മൃദേ മൃദേ അനേക മഹാരഥാശ്രഥോ ദ്രൗണി അസ്ത്രതശ്ചാസ്മ ഹരേ അഭിരക്ഷിതാഃ. ഓക്കെ, അപ്പൊ മുമ്പത്തെ ശ്ലോകത്തിൽ കുന്തി വിചാരിക്കുന്നു ദേവകിയാണ് അനുഗ്രഹിച്ചത്, എന്നെയാണ് അനുഗ്രഹിച്ചത്, കാരണം ഭഗവാൻ എന്റെ മക്കളെ രക്ഷിച്ചു, ദേവകിയെ അനുഗ്രഹിച്ചില്ല. പിന്നെ വീണ്ടും കുന്തി മഹാറാണി വിചാരിക്കുന്നത് സ്നേഹമുള്ള സ്ഥലത്തല്ലേ ഭഗവാൻ സ്വാതന്ത്ര്യം എടുക്കുകയുള്ളൂ, അതുകൊണ്ട് ദേവകി അടുത്തായിരിക്കും കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് ദേവകിയാണ്, ഞാനല്ല. അപ്പൊ എന്റെ കുഴപ്പം എന്താണ്? ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അടുത്ത ശ്ലോകം. എന്നെ എങ്ങനെയെല്ലാം ഭഗവാൻ രക്ഷിച്ചു. വിഷ, എന്റെ മക്കൾക്ക് വിഷം കൊടുത്തു കൗരവന്മാർ, പക്ഷെ എന്റെ മക്കളെ ഭഗവാൻ രക്ഷിച്ചു. പാണ്ഡവരിൽ ആർക്കാണ് കൗരവന്മാർ വിഷം കൊടുത്തത്? ആർക്കാ വിഷം കൊടുത്തത് പാണ്ഡവരില്? ഭീമൻ. കാരണം ഈ ദുര്യോധനൻ നോക്കിയപ്പോ ഈ ഭീമൻ തിന്നാമെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മനുഷ്യർക്ക് കിട്ടൂല. ഇവര് 105 പേരും ഗുരുകുലം പഠിക്കാൻ പോയതാണ്. ആര് 105 പേര്? പാണ്ഡവരും കൗരവരും കാട്ടിൽ പോയതാണ്. അപ്പൊ കാട്ടില് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചിട്ടയും അടുക്കും ചിട്ടയും ഒരു തപസ്യയും വ്രതവും ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഒരു നിയന്ത്രിതമായ ഭക്ഷണമേ കിട്ടത്തുള്ളൂ അവിടെ. പക്ഷെ ലൈനിൽ ഫസ്റ്റ് ഭീമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണത്തിന് ഭക്ഷണം കിട്ടില്ല. ദേഷ്യം വന്ന ദുര്യോധനൻ എന്ത് ചെയ്തു? ഭീമന്റെ ചോറിൽ അങ്ങ് വിഷം വെച്ചു കൊടുത്തു. ആ വിഷം എങ്ങനത്തെ വിഷമാണ്? ഒരു നുള്ള് മണപ്പിച്ചാൽ മതി, വളരെ ആരോഗ്യമുള്ള ഒരാൾ മരിച്ചു പോകുന്ന അത്രയും വീര്യമുള്ള ഒരു വിഷമാ വെച്ചു കൊടുത്തത്. ഭീമൻ ആ വിഷവും ചോറെന്ന് വിചാരിച്ചങ്ങ് കഴിച്ചു. ഭീമൻ വിഷം കഴിച്ചപ്പോ ഭീമൻ ചത്തില്ല. നേരെ എന്ത് സംഭവിച്ചു? വിശപ്പ് അയാളുടെ കൂടി. ഇവരെന്തിനാണ് വിഷം കൊടുത്തത്? ഭീമനെ കൊല്ലാൻ. ഫൈനലി എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വിശപ്പ് അങ്ങോട്ട് ഭീമന് കൂടി. അപ്പൊ ഈ കളി ആരാ കളിച്ചത്? ഭഗവാൻ. വിഷ. അടുത്ത ലൈൻ എന്താണ്? മഹാ അഗ്നി. ആ പാണ്ഡവരെ കാട്ടിലിട്ട് വീട്ടിൽ ഉറങ്ങിക്കൊടന്നപ്പോ ഈ ധൃതരാഷ്ട്രം എന്ത് ചെയ്തു? ഈ കൗരവരുടെ അച്ഛൻ വലിയൊരു കൊട്ടാരം പണിത് കൊടുത്തു കൗരവർക്ക്. ആ കൊട്ടാരം എന്തുകൊണ്ടാ പണിതത്? മഹേഷ് പ്രഭു, കൗരവർക്ക് കാട്ടിൽ ദുര്യോധനൻ ഒരു കൊട്ടാരം പണിത് കൊടുത്തു. അതിന്റെ മെറ്റീരിയൽ എന്താണ്? മെഴുക്, അരക്ക്. മെഴുക് കൊണ്ട് ഒരു കൊട്ടാരം പണിത് കൊടുത്തു. കണ്ടാ മനസ്സിലാവില്ല. ഈ 5 എണ്ണം ഉറങ്ങിക്കിടക്കുമ്പോ എന്ത് ചെയ്ത്? തീ വെച്ച് വിട്ടു. മഹാ അഗ്നി. പക്ഷെ ആ തീയിലിരുന്നും എന്റെ മക്കളെ ഭഗവാൻ രക്ഷിച്ചു. പുരുഷാദ ദർശന. രാക്ഷസന്മാരെയാ വിടുക ഓരോ ദിവസം കൊല്ലാൻ. ആ രാക്ഷസന്മാരെ നിന്നും കുന്തി മഹാറാണി വിചാരിക്കുന്നു എന്റെ മക്കളെ രക്ഷിച്ചു. അസത്സഭായ, തെറ്റായ ഒരു സദസ്സിൽ എന്റെ മകളെ അവർ ഇത് ചെയ്ത് അപമാനിച്ചു. അതേതാ കഥ? കുന്തി വിചാരിക്കുന്നു ശ്രീ കൃഷ്ണ ബലരാമുഖി തെറ്റായ ഒരു സദസ്സിൽ വെച്ച് എന്റെ മകളെ അപമാനിച്ചു. അതേതാ? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം. അവിടെയും ആരാ വന്ന് രക്ഷിച്ചത്? ഭഗവാൻ. ഇത് പോയിട്ട് 12 വർഷം വനവാസം.
വീണ്ടും ഈ ഒരിക്കലും കുന്തിക്ക് പ്രശ്നം തീരെയില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. പക്ഷെ എല്ലാത്തിലും ആര് വന്ന് രക്ഷിച്ചു? ഭഗവാൻ രക്ഷിച്ചു. ഇപ്പോ കുന്തി മഹാറാണി എന്ത് ചെയ്യുന്നു? ഇതിനെ ആരുമായിട്ടപ്പോ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുന്തി? ദേവകിയോട്. അപ്പൊ ഫസ്റ്റ് എന്താണ്? വിഷം. ദേവകിക്ക് ആരും വിഷം കൊടുത്തില്ല. പക്ഷെ 8 കൊല്ലം ദേവകി കാരാഗ്രഹത്തിൽ കിടന്നു. ആരുടെ കാരാഗ്രഹത്തിലാണ് 8 കൊല്ലം ദേവകി കിടന്നത്? കംസന്റെ കാരാഗ്രഹത്തിൽ. അപ്പോ നമ്മളെ ഇതുപോലെ വിഷമിപ്പിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദുഃഖത്തിൽ ആഴ്ത്തി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കോ, അല്ല പട്ടിണി കിടക്കോ? അടിയും കൊടുത്ത് തല്ലി നമ്മളെ മാനസികമായി വിഷമിപ്പിച്ച് നമ്മളും വിഷമിച്ച് അവശനായി നമ്മളെ കൊണ്ടുപോയി ഒരു മുറിയിൽ കൂട്ടി വെച്ചാൽ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിക്കോ, പട്ടിണി കിടക്കോ? ദുല്ലാലയാണെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും. സാധാരണക്കാരിൽ പട്ടിണി കിടക്കോ, ഓർഡർ ചെയ്ത് കഴിക്കോ? വിഷമം വരുമ്പോ അല്ലേ, പട്ടിണി കിടക്കും. പക്ഷേ ദേവകി പട്ടിണി കിടന്നില്ല. എന്തുകൊണ്ടാണ് ദേവകി പട്ടിണി കിടന്നില്ല? 8 കൊല്ലവും ദേവകി പട്ടിണി കിടന്നില്ല. ഓരോ വർഷവും പ്രസവിക്കാണ്. 8ാമത്തെ കുഞ്ഞ് ആര് വരാൻ പോകുന്നു? അപ്പൊ ദേവകി തനിക്ക് വേണ്ടിയല്ല കഴിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? കുഞ്ഞിന്, വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി കഴിക്കുന്നു. അപ്പോ അതും ഒരു ശത്രുയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ അത് വിഷത്തിന് തുല്യമാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ പാണ്ഡവര് വിഷം കഴിച്ചുവെങ്കിലും ദേവകി വേറെ രൂപത്തിൽ വിഷം കഴിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമേല, നിങ്ങളെ മനസ്സുകൊണ്ട് ഒരാൾ വെറുക്കുന്നു, നമ്മളുടെ അടുത്ത് അത്രയും ദേഷ്യമുണ്ട്, നമ്മളായിട്ട് യാതൊരു സ്നേഹവും ഇല്ല, അയാൾ ചിരിച്ചോട്ട് വന്നിട്ട് ഒരു പഴം കൊടുത്താൽ നമ്മൾ വാങ്ങിച്ചു കഴിക്കാൻ തോന്നുന്നു? ഇല്ല, നമ്മളും വെറുക്കും. അപ്പൊ ദേവകി ഇഷ്ടമല്ല, പക്ഷെ കഴിക്കണം. ആർക്കു വേണ്ടി? കുഞ്ഞിന്റെ ജീവൻ നിച്ചു. അടുത്തത് എന്താ? മഹാ അഗ്നി. 8 കൊല്ലം കാരാഗ്രഹത്തിൽ ഈ ശത്രുക്കളുടെ കൂടെ കിടക്കുക എന്ന് വെച്ചാല് അതും അഗ്നി തന്നെയാണ്. പാണ്ഡവരെ രാക്ഷസരിൽ നിന്ന് പുരുഷാദ ദർശന. ഇപ്പൊ ദേവകിയെ ഏത് രാക്ഷസനാ വന്ന് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? കംസൻ എന്ന രാക്ഷസൻ. പാണ്ഡവര് 12 കൊല്ലം വനവാസം പോയി. 8 വർഷകാലം ദേവകി കാരാഗ്രഹത്തിൽ കിടന്നതും എന്താണ്? ഒരു വനവാസം പോലെയാണ്. പക്ഷേ ഇതെല്ലാം കുന്തിക്ക് നടന്നപ്പോ ഭഗവാൻ രക്ഷിക്കാനുണ്ടായിരുന്നു. ഭീമൻ വിഷം കഴിച്ചപ്പോൾ രക്ഷിക്കാൻ ഭഗവാൻ വന്നു. പക്ഷെ ദേവകി ഇത് വിഷം പോലെ ചോറും കഴിച്ചപ്പോ ആര് രക്ഷിക്കാൻ വന്നില്ല? ഭഗവാൻ വന്നില്ല. 6 മക്കളെ കൊന്നപ്പോഴും വന്നില്ല. പാണ്ഡവര് 12 വർഷം വനവാസം പോയപ്പോ ഓരോ പ്രശ്നത്തിലും ഭഗവാൻ വന്നു. പക്ഷെ ദേവകി 8 കൊല്ലം കാരാഗ്രഹത്തിൽ കടന്ന് എത്രയോ വേദനകൾ അനുഭവിച്ചു. പക്ഷെ ആര് വന്നില്ല? ഭഗവാൻ വന്നില്ല. അപ്പൊ കുന്തിയെയും ദേവകിയെയും കമ്പയർ ചെയ്യാണ്. കുന്തിയുടെ ക്വസ്റ്റ്യൻ എന്താണ്? കുന്തിയുടെ ക്വസ്റ്റ്യൻ? ആരെയാണ് ഭഗവാൻ ശരിക്കും അനുഗ്രഹിച്ചത്? എന്നെയാണോ അനുഗ്രഹിച്ചത്, അല്ല ദേവകിയാണോ അനുഗ്രഹിച്ചത്? കാരണം അതേപോലെ പിന്നെ ദേവകി കുന്തി ചിന്തിക്കാണ്. ദേവകി വന്നിട്ട് കൃഷ്ണനെ മകനായി വേണം എന്ന് ദേവകിയും ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചു. പക്ഷെ കുന്തിയും ഭർത്താവും, കുന്തിയുടെ ഭർത്താവ് ആരാ? പാണ്ഡു. ഇവർ രണ്ടുപേരും എന്താ ആഗ്രഹിച്ചത്? ഭഗവാനെ മകനായി വേണം എന്നല്ല, ദേവൻ ഇന്ദ്രനെ പോലെ ഒരു മകൻ വേണം. സൂര്യൻ, ആ കഥ അറിയാലോ, മഹാഭാരത കഥ. ഈ രഹസ്യ മന്ത്രം ആർക്കറിയാം? കുന്തിക്കറിയാം. അപ്പൊ പാണ്ഡു എന്ത് പറയും? സൂര്യനെ വിചാരിച്ച് മന്ത്രം ജപിക്കൂ, ഇന്ദ്രനെ വിചാരിച്ച് മന്ത്രം ജപിക്കൂ, അശ്വിനി കുമാരന്മാരെ വിചാരിച്ച് മന്ത്രം ജപിക്കൂ. അപ്പൊ അവിടെ കുന്തിക്ക് ഭഗവാൻ പുത്രനായി വേണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ദേവകിക്ക് എന്തായിരുന്നു? ഭഗവാൻ മകനായി കിട്ടണം. അപ്പൊ ഈ കുന്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. ചിന്തിക്കുന്ന എന്താ? ആരെയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചത്? അടുത്ത ശ്ലോകം 1:8-25, പ്രഥമ സ്കന്ധം 8-ാം അധ്യായം 25-ാമത്തെ ശ്ലോകം. വിപതഃ സന്തു തശാശ്വൻ, വിപതഃ സന്തു തശാശ്വൻ, തത്ര തത്ര ജഗദ്ഗുരു
തത്ര തത്രാ ജഗദ്ഗുരു ഭവതു ദർശനം യാർഹീം ഭവതു ദർശനം യാർഹീം അപുനർഭവ ദർശനം. ഇതിൽ ഈ ഫസ്റ്റ് ലൈനാണ് ഭയങ്കര ഫേമസ്. ഇതാരെ കൊണ്ടും ഇങ്ങനെ ഒരു ലൈൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. വിപതഃ ശന്തു തശാശ്വ. കൃഷ്ണ, എനിക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ താ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? കൃഷ്ണ, എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങി പോകുമ്പോ എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കണേ, വീട്ടില് തീ പിടിക്കണേ, എനിക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും? പക്ഷെ കുന്തി പ്രാർത്ഥിക്കാം, നിരന്തരം എനിക്ക് പരീക്ഷണങ്ങൾ താ. ഞങ്ങൾ ഈ ഇടയ്ക്ക് എവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ കൃഷ്ണന്റെ ഓടക്കുഴൽ മാറ്റി വെച്ചു. ഓടക്കുഴലുണ്ടെങ്കിൽ വീട്ടിലുള്ള പണം എല്ലാം കൃഷ്ണൻ ഊതിക്കളയും എന്ന് പറഞ്ഞു ഓടക്കുഴൽ പറിച്ചെടുത്ത് വെച്ചേക്കും. ഓടക്കുഴലില്ലെങ്കിൽ കൃഷ്ണന് ഊതാൻ പറ്റൂലേ? പക്ഷെ ഇവിടെ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്ന വിപതഃ ശന്തു തശാശ്വത്. കൃഷ്ണ, എനിക്ക് നിരന്തരം പരീക്ഷണങ്ങൾ താ. അപ്പൊ കുന്തിയുടെ സംശയം, അപ്പൊ ശരിക്കും കൃഷ്ണൻ എന്നെ രക്ഷിച്ചോ? വിപതഃ, വിപത്തുകൾ എന്ന ആ വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സമ്പത്ത്. വിപത്ത്, സമ്പത്ത്, ഇത് രണ്ടും നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ വിട്ടു പോകാത്തത്, നിരന്തരമായി നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലർ വിചാരിക്കും ഭാര്യ സമ്പത്താണ്, തലവേദനയായിരിക്കും. വിപത്ത് എന്ന് വെച്ചാൽ ആക്സിഡന്റ്. ആക്സിഡന്റ് എന്ന് വെച്ചാല് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോ പെട്ടെന്ന് കൈവിട്ടു പോകുന്നു. ചിലപ്പോൾ നമുക്ക് ലൈഫിൽ വളരെ ഇഷ്ടമുള്ള ചില വസ്തുക്കളോ വ്യക്തികളോ ചിലത് എന്തെങ്കിലും കാണും. വിപത്ത് എന്ന് പറഞ്ഞാല് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അത് കൈവിട്ടു പോവുക. എതിനാ വേദന കൂടുതൽ? നമ്മളെ വിട്ട് ഒരാൾ മരിക്കുന്നു, അതിനാണോ വേദന കൂടുതൽ? അല്ല, ആള് 8 മാസം 1 കൊല്ലം കിടന്ന കിടക്കയിലായി ബെഡിൽ തന്നെ നമ്പർ 1 നമ്പർ 2 ഒക്കെ പോയി അവസാനം മരിക്കുന്നു, ഇതിനായിരിക്കും വേദന കൂടുതൽ? പെട്ടെന്ന് അയാൾ മരിച്ചപ്പോഴാണ് നമ്മുടെ വേദന കൂടുതൽ? അല്ല, 1 വർഷകാലം കട്ടിലിൽ കിടന്ന് അവശനായി വേറെ അവസ്ഥ, ഏതായിരിക്കും വേദന കൂടുതൽ നമുക്ക്? ഏതായിരിക്കും? പെട്ടെന്ന് നമ്മളെ വിട്ടുപോയാൽ. അതാണ് വിപത്ത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നമ്മുടെ വസ്തുക്കളോ വ്യക്തികളോ നമുക്ക് വേണ്ടത് ഒരു മുന്നറിയിപ്പില്ലാതെ കൈവിട്ടങ്ങ് പോകും. അത് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾ 1 വർഷകാലം കിടക്കയിൽ കിടക്കുമ്പോ ഇവര് തന്നെ വിചാരിക്കും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. സ്നേഹിക്കുന്നവർ തന്നെ വിചാരിക്കും. ആ നഷ്ടത്തിൽ ദുഃഖമില്ല, വിപത്തിൽ ദുഃഖം അധികമാണ്. കൃഷ്ണ, എനിക്ക് അങ്ങനത്തെ വിപത്തുകൾ താന്നാ കുന്തി പ്രാർത്ഥിക്കുന്നത്. ഒരു മുന്നറിയിപ്പില്ലാതെ എന്റെ കയ്യിലുള്ളത് അങ്ങ് പറിച്ചുകൊണ്ട് പോകും. ആർക്കെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഇതിന്റെ വിപത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സമ്പത്ത്. ഒരു കാലത്തും എനിക്ക് നഷ്ടപ്പെടാത്തത്. അപ്പൊ കുന്തി വിചാരിക്കുക, എനിക്ക് പ്രയാസം വരുമ്പോ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കൃഷ്ണൻ വന്ന് രക്ഷിച്ചു, പക്ഷെ ദേവകിക്ക് രക്ഷിച്ചില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാണ് വിപത്ത് വന്നത്, ആർക്കാണ് സമ്പത്ത് വന്നത്? ഇതാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിഞ്ഞ 3 ശ്ലോകമായിട്ട് കുന്തി മഹാറാണിയുടെ ഇത് പറയുന്നു. അപ്പൊ അവിടെ കൺക്ലൂഷൻ ചെയ്യാൻ, ഞാൻ കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ആരാണ് ഈ തീരുമാനത്തിന് വന്നത്? കുന്തി ആ തീരുമാനത്തിന് വന്നു. ഞാൻ ദേവകി ഭഗവാനെ ആശ്രയിച്ച അത്രയ്ക്കും ഞാൻ ആശ്രയിച്ചില്ല. കാരണം ദേവകി ഭഗവാനെ പുത്രനായി കിട്ടണമെന്ന് പറഞ്ഞു 3 ജന്മം തപസ്യ ചെയ്തു. ദേവകി വസുദേവർ, അതെല്ലാവർക്കും അറിയാലോ. ഇതേ ദേവകി വസുദേവരുടെ മുൻജന്മം ആർക്കെങ്കിലും അറിയാമോ? ദേവകി വസുദേവരുടെ മുൻപത്തെ ജന്മം കശ്യപ മഹർഷിയും അദിതിയും. അപ്പൊ അവിടെ ആരാണ് ഭഗവാൻ പുത്രനായി ജനിച്ചത്? വാമൻ. ഇതിനു മുമ്പേ ഒരു ജന്മം പൃഷ്ണി, സുതാപ, ഹസ്ബൻഡിന്റെ പേര് സുതാപ എന്ന ഒരു ബ്രാഹ്മണൻ, വൈഫിന്റെ പേര് പൃഷ്ണി എന്ന് പറയുന്ന ഒരു രാജകുമാരി. അവിടെയും ഭഗവാൻ. അപ്പോ ഓരോ ജന്മവും കൃഷ്ണൻ മാത്രം എനിക്ക് മകനായി മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേവകി തപസ്യയിരിക്കുക. പക്ഷെ കുന്തി എന്താ വേണമെന്ന് വിചാരിച്ചത്? എനിക്ക് സൂര്യനെ പോലെ ഒരു മകൻ. ആരെ കിട്ടി? കർണൻ. ഇന്ദ്രനെ പോലെ ഒരു മകൻ. ആരെ കിട്ടി? അർജുനൻ. ധർമ്മപുത്രരെ പോലെ ഒരു മകൻ. ആരെ കിട്ടി? യുധിഷ്ഠിരൻ. വായുവിനെ പോലെ ഒരു മകൻ. ആരെ കിട്ടി?
അപ്പോ ദേവകി ഇതെല്ലാം കുന്തി കമ്പയർ ചെയ്ത് ഇപ്പൊ ദേവകി ആയിരിക്കോ? അവിടെ ആചാര്യന്മാർ ഒരു ശ്ലോകം പറയുന്ന, രാമായണത്തിൽ നിന്ന് ഉദ്ധരിച്ച്, ഇതാണ് യഥാർത്ഥ സമ്പത്ത് എന്നൊരു ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. സകൃത് ഏവ പ്രപന്നോയ തവ അസ്മീതി യാചത്തെ അഭയം സർവദാ തസ്മൈ ദദാമി വ്രതം മമ. ഇത് ശ്രീരാമചന്ദ്രമൂർത്തി, അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് എന്നും വൈകുന്നേരം യുദ്ധഭൂമിയിൽ ഈ വാനരന്മാരെല്ലാം മരിച്ച് ശരീരം പൊട്ടി, തല പൊട്ടി, ചോര ഒലിച്ച്, വേദന കൊണ്ട് അങ്ങനെ പുളകി തല ഇതെല്ലാം എങ്ങനെ അത് കാണാൻ സഹിക്കില്ല. ഈ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ എന്നും വൈകുന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി യുദ്ധഭൂമിയിലോട്ട് വരുമ്പോ ചിലത് കൈ പൊട്ടി, തല പൊട്ടി, കാല് പൊട്ടി, ഇങ്ങനെ വേദനയിൽ കിടക്കും. അത് കുറെ പേര് കുറെ വാനരന്മാര് മരിച്ചിട്ടുണ്ടാകും. ശ്രീരാമചന്ദ്രമൂർത്തി അവരെല്ലാം വന്ന് നോക്കിയിട്ട് ആ കയ്യും കാലും ഒടിഞ്ഞ വാനരന്മാരെ ഹൃദയത്തോട് ചേർത്ത്, മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് ആ കുരങ്ങന്മാരെ കുളിപ്പിക്കും. അവരും മനസ്സിതായി മരിച്ചുപോയ, വീണുപോയ എല്ലാ വാനരന്മാർക്കും വേണ്ട പ്രാർത്ഥനകൾ ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രമൂർത്തി നേരെ ശത്രുക്കളുടെ അവിടെ പോകും, രാവണന്റെ ക്യാമ്പിൽ. അവിടെ ചെന്നാൽ അവിടെയും ഇതുപോലെ രാക്ഷസന്മാർ കൈയൊടിഞ്ഞ്, കാലൊടിഞ്ഞ്, മരുന്ന് വെച്ച് കെട്ടി വേദനയിൽ കിടക്കുക. അവര് പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി അടുത്ത്, അതും ശത്രു രാജാവല്ലേ, പേടിക്കാൻ തുടങ്ങി രാക്ഷസന്മാർ. നമ്മളെ കയ്യും കാലും ഒടിച്ചതുപോലെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഇവര് ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ എത്രയും വാത്സല്യവും സ്നേഹവും വാനരന്മാരെടുത്ത് കാണിച്ചോ, അതേ സ്നേഹം ശ്രീരാമചന്ദ്രമൂർത്തി ആരെടുത്ത് കാണിക്കുന്നു? രാക്ഷസന്മാരെ. അവരെയും ചേർത്ത് മാരോട് ആലിംഗനം ചെയ്യുന്നു. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കുക, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആ രാവണന്റെ ക്യാമ്പിൽ മരിച്ചുപോയ രാക്ഷസന്മാർക്ക് വേണ്ടി അന്ത്യേഷ്ടി കർമ്മം, അവസാനത്തെ കർമ്മം വരെ ചെയ്യാൻ തുടങ്ങി രാമചന്ദ്രമൂർത്തി. അതായത് യഥാർത്ഥത്തിൽ ഭഗവാന് മിത്രമെന്നോ ശത്രുവെന്നോ ഒന്നുമില്ല. ഉയർന്ന ഭക്തർക്കും ഈ വ്യക്തി എന്റെ മിത്രമെന്നോ ഇയാൾ എന്റെ ശത്രുവെന്നോ ആർക്കും ഭക്തരങ്ങനെ ഭേദം നോക്കാറില്ല. ഭക്തിയിൽ തുടക്കക്കാരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെടാത്തവൻ എന്നൊക്കെ നോക്കുന്നത്. ഭക്തിയിൽ ഉയർന്നവർക്ക് എല്ലാം വേണം. അപ്പോ അവിടെ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഒരു തവണ എന്റെ പേര് പറഞ്ഞാൽ, അതാണ് ഈ രാമായണത്തിലുള്ള ശ്ലോകം, സകൃത് ഏവ പ്രപന്നോയ. ഒരു മനുഷ്യൻ ഒരു തവണ എന്നെ നോക്കി രാമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, തവ അസ്മീതി യാചത്തെ, അവൻ പറയാണ്, അത് എങ്ങനെയാ മലയാളത്തിൽ പറയാന്നറിയില്ല, ഐ എം യുവേഴ്സ്. മലയാളത്തിൽ എങ്ങനെ പറയും? അതിലൊരു ഒരു എഫക്റ്റ് വരുന്നില്ല. ഞാൻ അങ്ങേക്കുള്ളതാണ്, അതിലൊരു എഫക്റ്റ് വരുന്നില്ല. ഞാൻ നിന്റേതാണ്. എന്തായാലും എല്ലാവർക്കും മനസ്സിലായില്ല. ഒരു തവണ ഒരു ഭക്തൻ ഈ രണ്ട് കയ്യും ഉയർത്തി രാമ ഞാൻ നിന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തവ അസ്മി ഞാൻ അങ്ങയുടേതാണ് എന്ന് ഒരു തവണ, സകൃത് ഏവ ഒറ്റ പ്രാവശ്യം ഒരാൾ എന്നെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അഭയം സർവദാ തസ്മൈ, അവന്റെ ജന്മജന്മാന്തരം ഞാൻ അവനെ രക്ഷിക്കും. ദദാമി വ്രതം, ഇതെന്റെ സത്യപ്രതിജ്ഞയാണ് ഭഗവാൻ പറയുന്നു. ഒരു ഭക്തൻ ഒരു തവണ എന്നെ നോക്കി രാമ എന്ന് വിളിച്ച് ഞാൻ അങ്ങയുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജന്മജന്മാന്തരം അവനെ ഞാൻ രക്ഷിക്കും, ഇതെന്റെ സത്യമാണ് എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ ബലരാമകി. സകൃത് ഏവ പ്രപന്നോയ തവ അസ്മീതി യാചത്തെ അഭയം സർവദാ തസ്മൈ ദദാമി വ്രതം മമ, ഇതെന്റെ സത്യപ്രതിജ്ഞയാണ് എന്ന് പറയുന്നു. അടുത്തത് 1:8-26, പ്രഥമസ്കന്ധം 8-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം. ഇത് ജാതകമാണ്, ജ്യോത്സ്യമാണ് ഈ ശ്ലോകം. ആർക്കൊക്കെ അവരുടെ ലൈഫിനെ കുറിച്ച് അറിയണോ ഇപ്പൊ കണ്ടുപിടിക്കാം. ജ്യോതിഷപരമായ ഒരു ശ്ലോകമാണ്. ജന്മൈശ്വര്യ ശ്രുത ശ്രീഭീം, ജന്മൈശ്വര്യ ശ്രുത ശ്രീഭീം, ഏധമാനാമദപുമാൻ, ഏധമാനാമദപുമാൻ,
നൈവാർഹതി അഭിധാതും വൈ നൈവാർഹതി അഭിധാതും വൈ ത്വാമകിഞ്ചന ഗോചരം ത്വാമകിഞ്ചന ഗോചരം. ഇതില് ഫസ്റ്റ് ലൈൻ ജന്മൈശ്വര്യ ശ്രുത ശ്രീ. ജന്മം എന്ന് വെച്ചാല് നല്ല ജനനം, നല്ല കുടുംബം, നല്ല ഫാമിലി. ജന്മ. ഐശ്വര്യം എന്താണ്? സമ്പത്തും നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഐശ്വര്യം. ശ്രുത വിദ്യാഭ്യാസം. ചില കുട്ടികൾക്കൊക്കെ ശ്രുതി എന്ന് പേര് വെക്കാറില്ലേ? ശ്രുതി എന്ന് വെച്ചാൽ ജ്ഞാനം, വിദ്യാഭ്യാസം. ശ്രുത. അടുത്തത് ശ്രീ, സൗന്ദര്യം. ഇപ്പൊ നമ്മൾ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു? ഇപ്പൊ എളുപ്പം കണ്ടുപിടിക്കാം. പൂച്ചയായിരുന്ന, പാറ്റയായിരുന്ന, അല്ല തമ്പാനൂരിൽ വെളിച്ചാഴിയായിരുന്ന. ജന്മ ഐശ്വര്യ ശ്രുത. 4 വിഷയങ്ങളാണ്. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീ. നല്ല കുടുംബം, സമ്പത്ത്, സൗന്ദര്യം, പിന്നെ മൂന്നാമത്തെ എന്താണ്? വിദ്യ. 4. കഴിഞ്ഞ ജന്മത്തിൽ 100% നമ്മൾ പുണ്യം ചെയ്തവരായിരുന്നാൽ ഈ ജന്മത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടാവും, നല്ല ഉന്നത വിദ്യാഭ്യാസം, ഭൗതികമായും ആധ്യാത്മികമായും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, നല്ല കാണാൻ സൗന്ദര്യം ഉണ്ടായിരിക്കും. പിന്നെ എന്താ? 4. ജന്മ ഐശ്വര്യ വിദ്യ, സൗന്ദര്യം, സമ്പത്ത്, നല്ല പണം, ധനാഢ്യനായ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടാകും. ഇത് 4 ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ 100% പുണ്യം ചെയ്തെന്നർത്ഥം. സൗന്ദര്യം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. ബുദ്ധി അന്വേഷിക്കണം. വിദ്യ, ബുദ്ധി, നല്ല കുടുംബം ചിലപ്പം കാണും. അപ്പോ ഏതൊക്കെ കുറയുന്നു എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ MBA എടുത്തു, BTech എടുത്തു, അതല്ല ബുദ്ധി. അത് ബുദ്ധിയല്ല, അത് വെറും ഇൻഫർമേഷൻ. പുസ്തകത്തിലുള്ളത് പഠിച്ചിട്ട് പോയി പരീക്ഷയിൽ എഴുതി അതങ്ങനെ കാണാപ്പാടം മാർക്ക് കിട്ടി. നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാം. ബുദ്ധി, വിവേകം, ജ്ഞാനം എന്നൊക്കെ പറയുന്നത് വേറെ. സന്തോഷമായ ഒരു ജീവിതം നയിക്കാനുള്ള സൂത്രം അറിഞ്ഞവനാണ് ബുദ്ധിമാൻ. വീട്ടിൽ വഴക്കുണ്ടാക്കാതെ, അടിയുണ്ടാക്കാതെ, മറ്റവർ ചെയ്യുന്ന വഴക്ക് നമ്മുടെ തലയിൽ വെക്കാതെ എന്ന് 365 ദിവസവും ശാന്തിയും സമാധാനമായി ചിരിച്ചോണ്ടിരിക്കുന്ന അയാൾ ബുദ്ധിമാൻ. എത്ര ബുദ്ധിമാന്മാരുണ്ട് ഇവിടെ? ഒന്നുമില്ല. അപ്പൊ ജന്മ ഐശ്വര്യ ശ്രുതശ്രീ. പൂർവജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ലഭിക്കും. കുറഞ്ഞു വരുമ്പോ അതനുസരിച്ച് പെർസെൻറ്റേജ് അനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പൊ കുന്തി മഹാറാണി വിചാരിക്കുന്നു, ഇതൊക്കെയാണോ യഥാർത്ഥ സമ്പത്ത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവകിക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, എന്നിട്ടും ഭഗവാൻ എന്തുകൊണ്ടാ കുട്ടിയെ രക്ഷിക്കാത്തത്? അപ്പൊ ശരിക്കുമുള്ള സമ്പത്ത് എന്താ? ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. അതായത് ചൈതന്യ മഹാപ്രഭുയുടെ കാലഘട്ടത്തിൽ പുണ്ടരീക വിദ്യാനിധി എന്നൊരു ഭക്തനുണ്ടായിരുന്നു. പുണ്ടരീക വിദ്യാനിധി വലിയ ജമീന്ദാര, ധനാഢ്യന, പൈസ ആവശ്യത്തിനധികം. ആള് വളരെ എന്താ പറയാ, അദ്ദേഹം ഒരു ഗുരുവും കൂടെ, ആധ്യാത്മിക ഗുരുവും കൂടെയാണ്. ആൾക്കാർ കാണാൻ വരുമ്പോ വലിയ എന്താ പറയാ, വെൽവെറ്റ് ബെഡ്, സിൽക്ക് ബെഡിലെല്ലാം കിടന്ന് ചുറ്റി ആൾക്കാരെല്ലാം ഇരുന്ന് മയിൽപീലിയൊക്കെ വീശി, തിന്നാനുള്ള ഭക്ഷണം ജോലിക്കാര് അല്ലേ. ഇപ്പൊ ഒരു ദിവസം ഇവിടെ ആശ്രമത്തിൽ ഒരു സ്വാമിയെ ഒരാൾ കാണാൻ, സ്വാമി അങ്ങനെ കിടന്നിട്ട് ഒരു കയ്യിൽ മുന്തിരിപ്പഴവും കഴിച്ച് അങ്ങനെ ബെഡിലൊക്കെ കിടന്ന്, ഇപ്പുറത്ത് 4 പേര് ചാമര. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നും? കൊള്ളല്ലോ, എന്നാ എനിക്കും സ്വാമിയാവാം എന്നല്ലേ തോന്നുള്ളൂ. അപ്പോ ഈ ഭക്തൻ പുണ്ടരീക വിദ്യാനിധിയെ കാണാൻ പോകുമ്പോ അദ്ദേഹം അങ്ങനെ വളരെ ഐശ്വര്യ സമ്പന്നനായിരിക്കുന്നു. കാണാൻ പോയത് ആരാന്ന് വെച്ചാല് ഗദാധർ പണ്ഡിറ്റ്. ആരാണ് ഈ ഗദാധർ പണ്ഡിറ്റ്? നമ്മുടെ പഞ്ചതത്വ മന്ത്രം ഇല്ലേ, ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസ്. ഈ ഗദാധറാണ് കാണാൻ പോയത്. ഗദാധർ, അതായത് ഈ ഗദാധർ പണ്ഡിറ്റ് എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് മന്ത്ര ഉപദേശം തരൂ.
ഗുരുവിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഗുരുവിലിരുന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ ശരിക്കുമുള്ള ആധ്യാത്മിക മാർഗം പാത ഓപ്പൺ ആകുന്നത്. അതുവരെ നമ്മൾ തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ ആധ്യാത്മികമായി. ഗുരുവിലിരുന്ന് ദീക്ഷ കിട്ടുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഇനീസിയേഷൻ എന്ന് പറയും. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ അവന്റെ ആധ്യാത്മിക ജീവിതം തുടങ്ങുകയാണ്. അപ്പോഴേ തുടങ്ങുന്നുള്ളൂ. എപ്പോ? ദീക്ഷ കിട്ടിയാൽ. അപ്പോ ഈ ഗദാധർ പണ്ഡിറ്റ് എന്നും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ദീക്ഷ ചോദിക്കും. ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? ഒരു ദിവസം എല്ലാരും കൂടെ ഈ പുണ്ടരീകിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അപ്പൊ ദീക്ഷ സ്വീകരിക്കാൻ പോയതാണ്. അവിടെ നോക്കിയപ്പോഴാ ഗുരുസ്ഥാനത്തുള്ള ആൾ അങ്ങനെ ബെഡിൽ കിടക്കുന്നു, സുഖലോലുപനായിരിക്കുന്നു. പറഞ്ഞ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഒറ്റ റൗണ്ട് യൂ ടേൺ അടിച്ച് നേരെ പോയി. എനിക്ക് ദീക്ഷയും വേണ്ട, ഇവിടെ പ്രത്യേകിച്ച് ഇയാളെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ട. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ അദ്ദേഹത്തിലിരുന്ന് തന്നെ ദീക്ഷ എടുക്കണം, നിർബന്ധിച്ചു. ഇദ്ദേഹത്തിന് മനസ്സേ ഇല്ല. അപ്പൊ കൂട്ടത്തിൽ ഒരു ഭക്തനെ കൂടെ വിട്ടു. ഒരു രഹസ്യം പറഞ്ഞു. എന്താണ്? അവിടെ ചെന്ന് ഇദ്ദേഹം മനസ്സോട് നിൽക്കുമ്പോ ആ ഭക്തൻ എന്ത് ചെയ്തു? ഗോപികാഗീതം പാടി. കവകഥാമൃതം തപ്തജീവനം കവിവിരീദിതം ശ്രവണമംഗളം ശ്രീമദാതകം വിഗൃഹന്തി യേ ഭൂരിദാ ജനാ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ. ആ ഭക്തൻ ഗോപികാഗീതം പാടിയപ്പോ ഉടനെ ഈ വളരെ സുഖലോലുപനായി കിടന്നിരുന്ന ഭക്തന് പെട്ടെന്ന് ഭഗവാന്റെ ഓർമ്മകൾ വരികയും കൃഷ്ണ ഗോപികമാരുടെ രാധാറാണിയുടെ പേരെല്ലാം പറഞ്ഞ് നാമം ജപിക്കുകയും കണ്ണുകൾ നിറയും രോമാഞ്ചം ഉണ്ടാവുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ആ പട്ട് കമ്പളം ഇതെല്ലാം വലിച്ചു കീറി ഭ്രാന്തനി പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാ ഗദാധർ പണ്ഡിറ്റിന് മനസ്സിലായത് ഉള്ളുകൊണ്ടൊരു മഹാഭക്തനാ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിലിരുന്ന് ദീക്ഷ സ്വീകരിച്ചു. എന്നിട്ടും ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു വലിയ മന്ത്രമാണ് അദ്ദേഹം കൊടുത്തത്. വീട്ടിലെത്തിയപ്പോ മന്ത്രം മറന്നുപോയി. ചൈതന്യ മഹാപ്രഭു എടുത്ത് ചോദിച്ചു. ഇന്നൊക്കെ അങ്ങനെയല്ല, ഹരേ കൃഷ്ണ പ്രസാദ് പേപ്പറിൽ പ്രിന്റ് ചെയ്തൊക്കെ തരും, അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചു. അന്ന് ഗുരു ഒറ്റ തവണ ഉപദേശിക്കുകയുള്ളൂ. വലിയ മന്ത്രമായിരിക്കും, ശിഷ്യന്മാർ ബൈഹാർട്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹം തിരിച്ചെത്തിയപ്പോ മറന്നുപോയി മന്ത്രം. അദ്ദേഹം ചൈതന്യ മഹാപ്രഭു എടുത്ത് ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു, എനിക്ക് അദ്ദേഹം മന്ത്രോപദേശം തന്നു, പക്ഷെ മറന്നുപോയി. മഹാപ്രഭു ഭഗവാനല്ലേ, അങ്ങ് എനിക്ക് ആ മന്ത്രം പറഞ്ഞു തരൂ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ പറഞ്ഞു തരില്ല, നീ തിരിച്ചു വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചെന്ന് മന്ത്രം സ്വീകരിച്ചിട്ട് വരണം. അതാണ് ഗുരു ശിഷ്യ ബന്ധം, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം പറയുന്നത്. ശ്രീ ശ്രീ കൃഷ്ണ ബലറാം കി. അപ്പോ ഒരിക്കൽ കൂടെ തിരിച്ചു ചെന്നിട്ട് ആ മന്ത്രോപദേശം സ്വീകരിക്കണം എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ കുന്തി മഹാറാണി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥ സമ്പത്ത് ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്? അതിന്റെ കൺക്ലൂഷൻ ആണ് ഈ ലാസ്റ്റ് ലൈൻ, ഈ ശ്ലോകത്തിന്റെ 1:8:26 പ്രഥമ സ്കന്ധം 8-ാം അധ്യായം 26-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരി. എന്താണ്? ജന്മൈശ്വര്യ ശ്രുത ശ്രീവേ ഏതമാനാമതപുമാൻ നൈവാർഗതി അഭിദാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. അതാണ് അതിന്റെ ആൻസർ. എന്താണ്? നിർധനന്റെ ധനം, ഒന്നുമില്ലാത്തവന്റെ ആശ്രയമാണ് ആര്? ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു,
റൈറ്റ്? രണ്ട് വ്യക്തികളെ ഉദാഹരണമായിട്ട് എടുക്കാം. രണ്ടുപേർക്കും മാരകമായ ഒരു അസുഖം വന്നു. രണ്ടുപേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. ഒരാളുടെ കയ്യിൽ ലക്ഷക്കണക്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഒരാളുടെ കയ്യിൽ നയാ പൈസ ഇല്ല. ആരായിരിക്കും ദൈവത്തിന് വിളിക്കുന്നത്? ഒരാളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല. ആര് വിളിക്കും കൃഷ്ണനെ? ഈ വെറുതെ ഒറ്റ ഓടുന്നു, പട്ടി ഓട്ടിക്കുമ്പോ ഓടുന്നു. ആര് യഥാർത്ഥത്തിൽ ഓടും? പട്ടി ഓടിക്കും. അപ്പൊ ഒന്നുമില്ലാത്തവന് വേറെ അഭയമില്ല, വേറെ ഗതിയില്ല. അപ്പൊ അയാൾ ഈസി ആയിട്ട് ആരെ ശരണം പ്രാപിക്കും? ഭഗവാനെ. ഇപ്പൊ വീട്ടിൽ 20 ലക്ഷം ഉള്ളവൻ അവൻ ആലോചിക്കും ആശുപത്രിക്ക് 15,000 അടയ്ക്കണം, അതിനൊരു ട്രീറ്റ്മെന്റ് ഒരു 5-6 ലക്ഷത്തിൽ തീരുമായിരിക്കും. അപ്പൊ ബാക്കി അവൻ എന്ത് ചെയ്യും? സമ്പത്ത് ഉള്ളത് കൊണ്ട് അവൻ എതിനെ ആശ്രയിക്കും? ധനത്തിനെ ആശ്രയിക്കും. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലൈഫിൽ. നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാനപരമായ സെക്യൂരിറ്റി. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി വേണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് പത്നിമാർ ഭർത്താക്കന്മാരെ ആയിരിക്കും ആശ്രയിക്കുന്നത്. ഭർത്താക്കന്മാർ ആ ജോലിയായിരിക്കും ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളമായിരിക്കും ആശ്രയിക്കുന്നത്. അതാണ് അവരുടെ ലൈഫിൽ സെക്യൂരിറ്റി തരുന്നത്. ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, മാസം കിട്ടുന്ന ശമ്പളം, ഇതാണ്. അല്ലാതെ 100% കൃഷ്ണന്റെ അടുത്ത് സെക്യൂരിറ്റി നമുക്ക് എടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? അങ്ങനത്തെ ഒരു ശരണാഗതിയാണ് കുന്തി മഹാറാണി ഫൈനലി ആൻസർ ആയിട്ട് വരുന്നത്. ത്വാം അകിഞ്ചന ഗോചരം. ഒന്നുമില്ലാത്തവന്റെ സമ്പത്താണ് ഭഗവാൻ, ഒന്നിനെയും ആശ്രയിക്കാതെ. നിർധനന്റെ ധനം. നിർധനൻ എന്ന് വെച്ചാല് ഒന്നുമില്ലാത്തവൻ. അവന്റെ ധനം എന്താണ്? ഭഗവാൻ. ഇനി കുന്തി മഹാറാണി ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന. ആദ്യമേ കുന്തി മഹാറാണി ഒരു പ്രാർത്ഥന ചെയ്തു, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്. എന്താണ് ആ പ്രാർത്ഥന? നേരത്തെ ചെയ്തു. എന്താണ്? എനിക്ക് നിരന്തരം വിപത്തുകളെ താ. ഇനി അടുത്ത ഒരു പ്രയർ 41 1841. പ്രഥമസ്കന്ധം 8-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം. ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ചിന്തിച്ച് ദഹിക്കാൻ പറ്റാത്ത പ്രാർത്ഥനകളാണ്. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. സ്നേഹപാശം ഇമം ചിന്തി. മലയാളത്തിലും ചിന്തി എന്ന് വാക്ക് യൂസ് ചെയ്ത് കളഞ്ഞു അല്ലേ? എന്റെ സ്നേഹബന്ധങ്ങളെ മുറിച്ചു തരിക. ആരടുത്തുള്ള സ്നേഹം? പാണ്ഡുഷു വൃഷ്ണിഷു. പാണ്ഡുഷു എന്ന് വെച്ചാൽ സ്വന്തം മക്കൾ. എനിക്ക് എന്റെ 5 മക്കളും പുത്രപൗത്രാദികളായിട്ടുള്ള ബന്ധത്തിനെ കട്ട് ചെയ്ത്. രണ്ടാമതാര? വൃഷ്ണി, എന്റെ കുലം, എന്റെ വൃഷ്ണി കുലം. ഇത് രണ്ടും കട്ട് ചെയ്തതാ. അപ്പൊ ഞാൻ ഒന്നിനെയും ആശ്രയിക്കില്ല. ഇപ്പൊ എനിക്ക് എന്താണ്? എന്ത് പ്രശ്നം വന്നാലും അർജുനനുണ്ട്, എന്റെ മകൻ ഭീമനുണ്ട്, ധർമ്മപുത്രരുണ്ട്, സമ്പത്തുണ്ട്. അവരിപ്പോ രാജാക്കന്മാരാ, ക്ഷത്രിയന്മാരാ അല്ലേ? അതായത് ഇപ്പോ 5 മക്കളും ചക്രവർത്തി ആയതേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ മകൻ നാട്ടിന്റെ മുഖ്യമന്ത്രിയായി. ആ അമ്മയുടെ പ്രാർത്ഥന എന്തായിരിക്കും? എനിക്കും എന്റെ മോന്റെയും ബന്ധം മുറിച്ചതാ. അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. എന്റെ മകന് ആയുളാരോഗ്യം തരണം, അവ ഇനി 5 ഇലക്ഷനിൽ ജയിച്ച് മന്ത്രിയാവണം, സമ്പത്ത് വേണം. അങ്ങനെയല്ലേ? പാണ്ഡവരൈവരും ചക്രവർത്തി ആയി കഴിഞ്ഞു. അടുത്ത നിമിഷം കുന്തി പ്രാർത്ഥിക്കുന്നത് സ്നേഹപാശം, ഈ സ്നേഹബന്ധങ്ങൾ ഇമം ചിന്തി, ഉടനെ അതിനെ മുറുക്കി. ആരെടുത്ത്? പാണ്ഡുഷു, എന്റെ മക്കളായ പാണ്ഡവരും എന്റെ കുലമായ വൃഷ്ണി കുലത്തിലുള്ള ബന്ധത്തിനെ മുറിച്ചതാ. ഒന്നും വേണ്ട, എന്നാലേ എവിടെ എത്താൻ പറ്റുള്ളൂ? ഭഗവാന്റെ അടുത്ത്. അപ്പൊ കുന്തി മാതാവിന്റെ പ്രാർത്ഥന അത്രയും ഉയർന്ന ഭക്തിയിലായത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ കുന്തിയുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനം തന്നു. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രാർത്ഥനകൾ. പക്ഷെ ഒരു ദിവസം നമ്മൾ ഇത് പ്രാർത്ഥിച്ചേ മതിയാകും. ശരീരത്തിൽ ഇരുന്ന് പ്രാണൻ പോകുമ്പോൾ ഇവിടെ ഒന്നിനോടും ബന്ധനം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ കുലത്തിലും ആ കുടുംബത്തിലും വന്ന് ജനിക്കുക.
कुंती महारानी की। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। Ram Jaya Ram Jaya Jaya Ram, Ram Jaya Ram Jaya Jaya Ram. Shri Ram Jaya Ram Jaya Jaya Ram, Shri Ram Jaya Ram Jaya Jaya Ram. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Rama, Rama Rama, Hare Hare. Srila Prabhupada ki